ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സ്വർഗം തുറക്കപ്പെടുന്ന ഒരത്ഭുതമായി ക്രിസ്തുവിൻ്റെ മാമോദീസ മാറപ്പെടുന്നു. ഇനി ദൗത്യത്തിലേക്കുള്ള വിളിയാണ്. ഓരോ മനുഷ്യനും തിരിച്ചറിയേണ്ട അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രക്രിയകൾ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തേണ്ടതെന്ന് ഓരോ മാമോദീസായും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ജലത്താൽ നവീകൃതരാകപ്പെട്ട നമ്മൾ അതിൻ്റെ പൂർണ്ണതയിലെത്തപ്പെടുവാൻ കാരണങ്ങൾ ഒത്തിരിയുണ്ട്. ഇതാ, ഒരു സാധാരണ മനുഷ്യനെ പോലെ ലോകത്തിൻ്റെ ഉടയവൻ മറ്റൊരുവൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ കനിവുള്ളവൻ്റെ കാരുണ്യം സ്വർഗത്തോളം വാഴ്ത്തപ്പെട്ടതായി രൂപപ്പെടുന്നു. സ്വർഗം കൃത്യമായി ലോകത്തെ അത് അറിയിച്ചും കൊടുത്തു. ഇതാ, ഇവനാണ് എൻ്റെ പുത്രൻ, സ്വർഗത്തിൻ്റെ പുത്രൻ, നിങ്ങളുടെ പുത്രൻ. നമ്മുടെ രക്ഷകനെന്ന് സ്വർഗം അടിവരയിട്ട് ഓർമ്മപ്പെടുത്തിയതിനും കൂടിയാണ് ക്രിസ്തുവിൻ്റെ മാമോദീസ ദിനം. എല്ലാ മാമോദീസയും അങ്ങനെ തന്നെയാണ്. നമ്മൾ ദൈവത്തിന് അവകാശപ്പെട്ടതാണ്, സ്വർഗത്തിന് അവകാശപ്പെട്ടതാണ്. ഇനി നമ്മൾ സ്വർഗതുല്യമായി ജീവിക്കേണ്ടവരാണ്. ഭൂമിയിൽ ജീവിക്കുവാൻ കിട്ടിയ അവസരങ്ങളൊക്കെ അതിൻ്റെ നന്മയിൽ ജീവിക്കേണ്ടതാണെന്ന് കൂടി പഠിപ്പിക്കുകയാണ്. കളങ്കപ്പെടുത്താതെ ജീവിക്കണം, കറയില്ലാതെ ജീവിക്കണം, കാരുണ്യത്തോടെ ജീവിക്കണം, കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ പോലെ ജീവിക്കണം. ഇത് തന്നെയല്ലേ മാമോദീസ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അറിവില്ലാത്തൊരു കാലത്ത് മാതാപിതാക്കളുടെയും കൈകളിൽ അവരുടെ സമ്മതത്തിൽ അവർ നമുക്ക് വേണ്ടി നൽകിയ വാഗ്ദാനത്തിൽ തുടങ്ങിയതാണ് നമ്മുടെ ജീവിതം. അന്ന് നമുക്ക് വേണ്ടി ഏറ്റെടുത്ത പവിത്രമായ ചില വിശ്വാസ പ്രമാണങ്ങളുണ്ട്. കറയില്ലാതെ ഒരു കുഞ്ഞു വളരണം, കൃപയുടെ അഗ്നിനാളങ്ങൾ കെട്ടുപോകാതെ സൂക്ഷിക്കണം, ശരീരത്തിൽ വീണ വെള്ള വസ്ത്രത്തിന് കളങ്കങ്ങൾ ഏൽക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പൂശപ്പെട്ട തൈലം നമ്മുടെ വിശുദ്ധിയിലേക്ക് വീണ്ടും ആഴ്ത്തപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നിട്ടും നമ്മുടെയൊക്കെ ജീവിതം എന്തുമാത്രം അതിൻ്റെ കാരുണ്യത്തിലും കൃപയിലും നിറയുന്നുവെന്ന് ധ്യാനിക്കേണ്ട ദിവസം കൂടിയാണെന്ന്. മാമോദീസ വെറുമൊരു ആഘോഷത്തിൻ്റെ പേരല്ല, ആത്മീയമായ ആരംഭത്തിൻ്റെ പേരാണത്. അതെല്ലാ നന്മകൾ കൂടി തുടങ്ങേണ്ടവരും ജീവിക്കേണ്ടവരുമാണ് നമ്മളെന്ന് പഠിപ്പിക്കുകയാണ്. നമ്മൾ പലപ്പോഴും അത് മറന്നു പോകുന്നുണ്ട്. കാരണം ഒരു ചടങ്ങ് പോലെ അത് ചെയ്ത് നമ്മൾ കർത്തവ്യം പൂർത്തീകരിച്ച് കടന്നു പോകുന്നവരാകുന്നില്ലേ. എന്നാൽ കർത്താവിൻ്റെ മക്കളാണെന്ന് രൂപപ്പെടുത്തിയിട്ട് കർത്താവിന് ഒട്ടും പ്രീതികരമല്ലാത്ത ജീവിതത്തിൻ്റെ ഉടമകളായി രൂപപ്പെടുമ്പോൾ എന്തുമാത്രം കളങ്കങ്ങൾ വരുത്തുന്നുണ്ടാവാം. ഒരു പ്രാർത്ഥനയുടെ ജീവിതം നമുക്കും ഉണ്ടാവട്ടെ. സ്വർഗം അടയാളപ്പെടുത്തുന്ന വിശുദ്ധമായൊരു നിമിഷമല്ലേ ജ്ഞാനസ്നാനം. ഓരോ കുഞ്ഞുങ്ങളും ദൈവകരങ്ങളിൽ ഇങ്ങനെ അനുഗ്രഹത്തിന് വിളിക്കപ്പെട്ട് സമർപ്പിക്കപ്പെടുമ്പോൾ സ്വർഗം ഇതുപോലെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ഇതെൻ്റെ പ്രിയപുത്രനാകുന്നു, പുത്രിയാകുന്നു. ഇനി നമ്മുടെ ദൗത്യമാണ് നമ്മളിൽ വീണ ആത്മീയ ചൈതന്യത്തിന് കറകളേൽപ്പിക്കാതെ, കളങ്കമേൽപ്പിക്കാതെ അതിനെ ആഴപ്പെടുത്തി ജീവിച്ച് ഫലവത്താക്കി രൂപപ്പെടുത്തുക. മാമോദീസ സ്വീകരിച്ച നമുക്ക് നമ്മുടെ മാമോദീസയെ ഓർമ്മപ്പെടുത്തുന്ന ദിനങ്ങളാവട്ടെ. ആഘോഷപൂർവ്വം ജന്മദിനങ്ങൾ ആഘോഷിക്കുവാൻ മറവികളില്ലാത്ത നമ്മൾ പലപ്പോഴും നാം മാമോദീസ സ്വീകരിച്ച ദിവസത്തെ ഇന്നും ചിലപ്പോൾ ഓർക്കുവാൻ സാധ്യതകളൊന്നും ഉണ്ടാവുന്നില്ല. എന്നാൽ ഒരു ക്രിസ്ത്യാനിയായി രൂപപ്പെട്ട നമ്മുടെ ഏറ്റവും സുന്ദരവും ഏറ്റവും പ്രതീക്ഷ നിറഞ്ഞതും പ്രാർത്ഥന നിറഞ്ഞതുമായൊരു ദിവസം നമ്മുടെ മാമോദീസ ദിവസം തന്നെയാണ്. അത് ഓർക്കുവാൻ സാധിച്ചില്ലെങ്കിലും അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട് എന്നെങ്കിലും വിശ്വസിച്ച് അതിൻ്റെ നന്മയിൽ ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ. എന്നിലും പരിശുദ്ധാത്മാവ് നിറയപ്പെടട്ടെ. സ്വർഗം എൻ്റെ മേലും കരുണ കാട്ടണമെന്ന പ്രാർത്ഥനയിൽ ഈ ദിവസത്തിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും.